നീ പാർക്കുട്ടി ഇത് നിന്റെ ചേച്ചി തന്നെയടി. ഇല്ല, നല്ലവണ്ണം പഠിക്കുകയും ചെയ്യും, നല്ല മാർക്കും ഉണ്ട്. പക്ഷെ നീയോ പഠിക്കത്തുമില്ല, മാർക്കുമില്ല. അല്ല ചേച്ചിക്ക് എക്സാം തീർന്നില്ലേ? ആ എക്സാം തീർന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ എന്തിനാ ചേച്ചി പഠിക്കുന്നേ? അതെന്താ എക്സാം തീർന്നാ പഠിച്ചൂടെ എന്ന് നിയമമുണ്ടോ? നിയമമൊന്നുമില്ല, എന്നാലും ചേച്ചിക്ക് ഇങ്ങനെ പഠിക്കാൻ നല്ല തോന്നുന്നുണ്ടല്ലോ. ഡീ ഈശാന, ഞാൻ എപ്പോഴും പഠിക്കാത്ത എന്തെന്നറിയാമോ? എപ്പോഴും പഠിച്ചേക്ക് മറന്നു പോകും, അതുകൊണ്ടാടി. അപ്പം മോളുടെ എക്സാം റിസൾട്ട് ഒക്കെ നല്ല മാർക്കാണല്ലോ അല്ലേ? അതെ അതെ, ഞാൻ അടുത്ത 8ാം ക്ലാസ്സിൽ 7 സബ്ജക്ട് ഉണ്ടെന്നാ കേട്ടെ. ഡി ആശ്ലി, ഞാൻ നിങ്ങളെ കളിക്കാൻ തിരക്കി വന്നതാ. അപ്പൊ നിങ്ങളുടെ അമ്മ പറഞ്ഞ് നീ ഈ റൂമിന്റെ അകത്തുണ്ടെന്ന്, കേറി പോയിക്കോന്ന്. ഓ, നിങ്ങളുടെ പുതിയ വീട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. നിങ്ങൾക്ക് ബോറടിക്കത്തേ ഇല്ല അല്ലേ? നിങ്ങൾ കസിൻസ് ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റൂമിലാണോ കിടക്കുന്നത്? ഓ, എന്ത് രസമായിരിക്കും അല്ലേ, തിന്നുമ്പോ ഒരുമിച്ച്, കിടക്കുമ്പോ ഒരുമിച്ച്. നിനക്ക് നിന്റെ അനിയത്തിയുടെ കൂടെ ഒരുമിച്ച് തിന്നയും കിടക്കുകയൊക്കെ ചെയ്യാലോ. അവളെ എനിക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ എപ്പോഴും അടിയാ. ഞങ്ങൾ അങ്ങനെ തന്നെയാ. നിങ്ങളൊക്കെ നേരത്തെ വേറെ വേറെ വീട്ടിലല്ലായിരുന്നോ താമസിച്ചിരുന്നേ? ഐഷു, നിങ്ങളുടെ പാരന്റ്സ് എവിടെ ഇരിക്കുന്നേ? ലണ്ടനില്. പാർക്കുട്ടി, നിന്റെ അമ്മയുടെ കയ്യിൽ എന്തടി ഇരിക്കുന്നു? ആ ഇതാ മോളെ. അമ്മേ, എനിക്കോ? അയ്യോ, ഞാൻ നീ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ല. അല്ല മോളെ, നീ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്നേ? ഞാൻ പഠിച്ചോണ്ടിരിക്കുക അമ്മേ. അടുത്ത 8ാം ക്ലാസ്സിലല്ലേ? 8ാം ക്ലാസ്സിൽ കുറെ സബ്ജക്ട് ഉണ്ടെന്നാ കേട്ടെ. അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചി എനിക്ക് 2-3 ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ആ പഠിക്ക്. ഇത് എന്തടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട്. ബർഗറൊക്കെ വാങ്ങിയപ്പോ എനിക്ക് ഇത് കൂടെ കിട്ടി. ഇത് നല്ല ക്രിസ്പി ആയിട്ടില്ലേ? ഇത് ഞങ്ങളുടെ അമ്മ നല്ലവണ്ണം ഉണ്ടാക്കിയോണ്ടാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. തന്നെ വാങ്ങുമ്പോ ഇതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കുമോ? ഓടി, നീ പറയണ സത്യം തന്നെ. നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയില്ലേ? ഏത് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത? ആദ്യം ഞാൻ പറയാം. എനിക്ക് മാത്സ്. എനിക്ക് ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ ആയിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ്. എനിക്ക് EVS ആയിരിക്കും. എനിക്ക് സോഷ്യൽ സയൻസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിൽ വെൽക്കം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹായ് ശിവാനിയ, ഹായ് സനയ, ഹായ് സഞ്ജന, ഹായ് അദ്മിക. ഇവരൊക്കെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങളും ഡെയിലി കമന്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ പേരും ഞങ്ങൾ പറയും.